ഈ KT ജലീലിനെതിരായിട്ട് എന്തെല്ലാം പ്രചരണം നടത്തി? ജലീൽ ഖുറാന്റെ മറവിൽ ഖുറാന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയവനാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോ നിങ്ങൾ ലീഗുകാരുടെ എല്ലാം വികാരം എവിടെയായിരുന്നു പോയിരുന്നത്? അപ്പൊ നിങ്ങൾക്ക് മലപ്പുറത്തെ കുറിച്ച് വേവലാതി ഉണ്ടായില്ലേ? നിങ്ങൾക്ക് മലപ്പുറത്തെ കുറിച്ച് വേവലാതി ഉണ്ടായില്ലേ? അന്നും എന്തുറപ്പോടെ ജലീൽ പറഞ്ഞു, ആ വാക്ക് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്, ഒരു അണുമണി തൂക്കം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ട് എന്നെ ഒരു ചുക്കം ചെയ്യാനാവില്ല എന്ന് പ്രഖ്യാപിച്ച ജലീൽ ഒരു ചുക്കം ചെയ്യാൻ കഴിയാതെ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ചുക്കം ചെയ്യാൻ കഴിയാതെ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ ഖുറാനെ ആക്ഷേപിച്ചപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്ന് പ്രചരിപ്പിച്ചില്ലേ? എവിടെയായിരുന്നു നിങ്ങൾ? അന്ന് നിങ്ങൾ മലപ്പുറത്തിന് വേണ്ടിയോ ജലീലിന് വേണ്ടിയോ സമുദായത്തിന്റെ പേരിലോ ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പൊ സമുദായ പ്രേമവുമായിട്ട് കാപട്യവുമായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണോ? ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണോ കരുതുന്നത്? നിങ്ങൾ കുരുക്ക് മുറക്കിയില്ലേ സാർ? എത്രയോ ദിവസങ്ങളായി ടെലിവിഷൻ ചാനലുകളിൽ, പത്രമാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടുകൾ വന്നില്ലേ? ജലീലിന് കുരുക്ക് മുറുകുന്നു. സർ, കുരുക്ക് മുറുക്കി നിങ്ങളുടെയും നിങ്ങളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെയും കൈ തഴമ്പിച്ചില്ലേ? അതല്ലാതെ വല്ല പ്രയാസം ഉണ്ടായോ? ജലീൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതല്ലേ? എന്തെല്ലാം തെറ്റായ വാർത്തകളാണ് ഈ കഴിഞ്ഞ കാലത്തിടയിൽ വന്നിട്ടുള്ളത്. ബിരിയാണി ചെമ്മിന്റെ കഥ അങ്ങേക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. എന്ന് വരെ നമ്മൾ കേട്ടതാണ്. കൈതോലപ്പായുടെ ഒരു കഥയുണ്ട്. നിങ്ങൾ എന്തിനെ വെറുതെ വിട്ടത്? കൈതോലപ്പായെ വെറുതെ വിട്ടിട്ടില്ല, ബിരിയാണി ചെമ്പിനെ വെറുതെ വിട്ടിട്ടില്ല. കൈതോലപ്പായുടെ കഥ, ബിരിയാണി ചെമ്പിന്റെ കഥ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്, ഈ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ?